Hi all, E-Content Development Center, Majlis Arts and Science College, Puramannur. I am Muhammad Ismail, Assistant Professor, Department of Arabic. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം BCom BBA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അൽ അന്ദിയ എന്ന് പറയുന്ന പേപ്പറിലെ ഫിൽ ഖുദുസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഫിൽ ഖുദുസ് എന്നത് കവിതയാണ്. ആ കവിത എഴുതിയിട്ടുള്ളത് തമീം അൽ ബർഗൂസി എന്ന് പറയുന്ന ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരനാണ്. തമീം അൽ ബർഗൂസി എന്ന് പറയുന്ന സാഹിത്യകാരനെക്കുറിച്ച്, കവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തമീം അൽ ബർഗൂസിയെ യുവ കവികളിൽപ്പെടുന്ന കവിയായാണ് എണ്ണപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പൊതുജനങ്ങളോട് ഏറ്റവും അടുത്ത കവി കൂടിയാണ്. അദ്ദേഹത്തിന് ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സ്വന്തമായി ഒരു സിദ്ധിയുണ്ട്. ആ സിദ്ധി മറ്റുള്ള കവികളെക്കാളൊക്കെ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു എന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൊതുജനങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ടവനും അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു കവി കൂടിയായി മാറുകയാണ്. യുഅദ്ദു ഷാഇർ തമീം അൽ ബർഗൂസി മിൻ അബ്റസി ശുഅറാഇ ശബാബ്. തമീം ബർഗൂസി എന്ന് പറയുന്ന ഈ എഴുത്തുകാരനെ യുവ കവികളിലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വ അഖ്റബുഹും ഇലൽ ജുംഹൂർ. അദ്ദേഹം പൊതുജനങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു കവി കൂടിയാണ്. ഫഹുവ യുഹ്ല ബി മിൽക്കത്തിൻ ഖാസത്തുൻ ലഹു. അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ സ്കില്ലുണ്ട്, ഒരു കഴിവുണ്ട്. അത് കാരണം അദ്ദേഹം ലക്കിയാണ്, അദ്ദേഹം ഭാഗ്യം ചെയ്ത ആളാണ്. തമയ്യസഹു അൻ ഗൈരിഹി മിന ശുഅറാ. അതുകൊണ്ട് തന്നെ മറ്റുള്ള കവികളെക്കാളൊക്കെ ഇദ്ദേഹത്തിന് ഇത് വ്യത്യസ്തമാക്കുന്നുമുണ്ട്. വതജഅലഹു മഹബൂബൻ മുൻതളിറൻ മിൻ ഖിബലി ജുംഹൂരിഹി. പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചു നിൽക്കുന്നതും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതുമായ ഒരു കവിയായി ഇദ്ദേഹം മാറുകയും ചെയ്യുന്നുണ്ട്. വുലിദ തമീം അൽ ബർഗൂസി. തമീം ബർഗൂസി ജനിക്കുന്നത് ഫി മിസ്ർ, ഈജിപ്തിലാണ്. 1977 ഈജിപ്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ലി ഉമ്മി മിസ്രിയ. അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു ഈജിപ്ഷ്യനാണ്. വഹിയ റുവായിയ. അതുപോലെ തന്നെ അവർ ഒരു നോവലിസ്റ്റാണ്. റൽവ ആഷൂർ എന്നാണ് അവരുടെ പേര്. വ അബു ഫിലസ്തീനി. അദ്ദേഹത്തിൻ്റെ പിതാവ് ഫിലസ്തീനിയാണ്. വഹുവൽ കാത്തിബ്. അദ്ദേഹം എഴുത്തുകാരനാണ്. വഷാഇർ, കവിയാണ്. മുരീദ് അൽ ബർഗൂസി. മുരീദ് അൽ ബർഗൂസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഫഖദ് നശഅ വ തറഅ ബൈന റംസൈനി മിൻ റുമൂസിൽ അദബി ഫിൽ അസ്റിൽ ഹദീസ്. ആധുനിക കാലഘട്ടത്തിലെ സാഹിത്യത്തിൻ്റെ രണ്ട് സിംബലുകൾക്കിടയിലാണ് അദ്ദേഹം വളരുന്നത്. ഇവിടെ രണ്ട് സിംബൽ എന്നുകൊണ്ടുള്ള ഉദ്ദേശം, അദ്ദേഹത്തിൻ്റെ മാതാവ് റൽവ ആഷൂർ ഒരു റുവായിയാണ്, ഒരു നോവലിസ്റ്റാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു എഴുത്തുകാരനും കവിയുമാണ്. ഈ കവിതയും നോവലും ഇത് രണ്ടുമാണ് ഇവിടെ പറയുന്ന ഈ സിംബൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫമാ കാന മിൻഹു ഇല്ലാ നസ്ബ ഖൈർ വരീസു ലിഹാദിഹി ലുസ്റത്തിൽ അദബിയ അസ്സഗീറ. അതുകൊണ്ട് തന്നെ ഈ ചെറിയ സാഹിത്യ കുടുംബത്തിലെ ഒരു അനന്തരാവകാശിയാവാതിരിക്കാനല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോവൽ എഴുതുന്ന മാതാവും കവിത എഴുതുന്ന പിതാവിൻ്റെയും ഈ ചെറിയ കുടുംബത്തിലെ ഒരു അനന്തരാവകാശിയായി, ഒരു സാഹിത്യ അനന്തരാവകാശിയായി മാറുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മേലുള്ള ദൗത്യം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഫകതബ വഅബ്ദഅ. അങ്ങനെ അദ്ദേഹം എഴുതി, അതിൽ അദ്ദേഹം നിപുണനായി, നല്ല സാഹിത്യ സമ്പുഷ്ടനായി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. വഹാദിഹിൽ ഖസീദത്തു മിൻ അജ്മലി മാ കതബ തമീം അൽ ബർഗൂസി മിൻ അഷ്ആരിഹി റായിയ. ഈ പറയപ്പെടുന്ന ഫിൽ ഖുദുസ് എന്ന് പറയുന്ന ഈ കവിത അദ്ദേഹം എഴുതിയതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു കവിതയാണ് എന്നതാണ്. ഫിൽ ഖുദുസ് എന്ന് പറയുന്ന തമീം അൽ ബർഗൂസിയുടെ കവിതയിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം ഈ കവിതയിലൂടെ പ്രതിപാദിക്കുന്നത് ഫലസ്തീനിൽ നിന്നും അഭയാർത്ഥിയായി പുറത്തുപോയി ഫലസ്തീനിലേക്ക് കഴിയാൻ പറ്റാത്തതിൻ്റെ ഒരു അവസ്ഥയാണ് അദ്ദേഹം ഇതിലൂടെ ചിത്രീകരിക്കുന്നത്. നമുക്ക് കവിത വായിക്കാം. മറർന അലാ ദാരിൽ ഹബീബി ഫറദ്ദന അനിദ്ദാരി ഖാനൂനുൽ ആദി വസൂറുഹ. മറർന, ഞങ്ങൾ നടന്നുപോയി. അലാ ദാരിൽ ഹബീബി, എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വീടിൻ്റെ അരികിലൂടെ. പ്രിയപ്പെട്ടവൻ്റെ വീടിൻ്റെ അരികിലൂടെ എന്ന് പറയുന്നത് അൽ ഖുദുസ്, ഖുദുസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഖുദുസിൽ നമസ്കരിക്കുവാനുള്ള ആ ഒരു അവസ്ഥയാണ് അദ്ദേഹം ദാരിൽ ഹബീബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫറദ്ദന, എന്നാലോ ഞങ്ങൾ അവിടുന്ന് മടക്കി അയച്ചു. അനിദ്ദാരി, ആ വീടിനെ തൊട്ട്. ഖാനൂനുൽ ആദി, ശത്രുക്കളുടെ
നിയമങ്ങൾ. വസൂറുഹ, ആ ശത്രുക്കളുടെ മതിൽക്കെട്ടുകളും ശത്രുക്കളുടെ നിയമങ്ങളും ആ വീടിനെ തൊട്ട്, ആ ഖുദ്സിനെ തൊട്ട് ഞങ്ങൾ മടക്കി അയച്ചു. ഫഖുൽതു ലിനഫ്സി, അപ്പോൾ ഞാൻ എൻ്റെ ആത്മാവിനോട് പറഞ്ഞു, റുബ്ബമാ ഹിയ നിഅമത്തുൻ, ഒരുപക്ഷെ അതൊരു അനുഗ്രഹമായേക്കാം. ഫമാദാ തറാ ഫിൽ ഖുദ്സി ഹീന തസൂറുഹ, ഫമാദാ തറാ, നീ എന്താണ് കാണുക? ഫിൽ ഖുദ്സി ഹീന തസൂറുഹ, ആ ഖുദ്സിനെ നീ സന്ദർശിക്കുന്ന സമയത്ത് എന്താണ് നീ കാണുക? തറാ കുല്ലമാ ലാ തസ്തതിഉ ഇഹ്തിമാലഹു ഇദാ മാ ബദത് മിൻ ജാനിബി ദർബി ദൗറുഹ വമാ കുല്ലു നഫ്സിൻ ഹീന തൽഖാ ഹബീബഹ തുസറു വലാ കുല്ലുൽ ഗിയാബി യുളീറുഹ. തറാ, നിനക്ക് കാണാം, കുല്ലമാ ലാ തസ്തതിഉ ഇഹ്തിമാലഹു, നിനക്ക് സഹിക്കാൻ കഴിയാത്തതെല്ലാം നിനക്ക് കാണാം. ഇദാ മാ ബദത്, പ്രത്യക്ഷപ്പെട്ടാൽ, മിൻ ജാനിബി ദർബി, വഴിയോരങ്ങളിൽ, ദൂറുഹ, വീടുകൾ വഴിയോരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിനക്ക് സഹിക്കാൻ കഴിയാത്തതൊക്കെ നിനക്കവിടെ കാണാം എന്നാണ് പറയുന്നത്. അവിടെയുള്ള ഉദ്ദേശം, ഫലസ്തീനിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന വിസ്ഫോടനങ്ങൾ കാരണമായി ചുറ്റുപാടുമുള്ള വീടുകളും കെട്ടിടങ്ങളും തകർന്നുപോയ അവസ്ഥയിലായിരിക്കും. അതായിരിക്കും നീ അവിടെ പോയി സന്ദർശിച്ചാൽ നിനക്ക് കാണാൻ സാധിക്കുക എന്നാണ് അവിടെ പറയുന്നത്. വമാ കുല്ലു നഫ്സിൻ ഹീന തൽഖാ ഹബീബഹ തുസറു വലാ കുല്ലുൽ ഗിയാബി യുളീറുഹ. വമാ കുല്ലു നഫ്സിൻ, എല്ലാ ശരീരവും, ഹീന തൽഖാ ഹബീബഹ, ആ ശരീരത്തിന്റെ പ്രിയതമനെ കണ്ടുമുട്ടുമ്പോൾ, തുസറു, സന്തോഷിക്കണമെന്നില്ല. യഥാർത്ഥത്തിൽ തുസറു എന്ന് പറഞ്ഞാൽ സന്തോഷിക്കപ്പെടും എന്നാണല്ലോ. മാ തുസറു എന്നതാണ് കവിതയ്ക്ക് വേണ്ടിയാണ് ഇവിടെയാണ് തുസറു വന്നിട്ടുള്ളത്. വലാ കുല്ലുൽ ഗിയാബി യുളീറുഹ, വലാ കുല്ലുൽ ഗിയാബി യുളീറുഹ, എല്ലാ സാന്നിധ്യങ്ങളും ബുദ്ധിമുട്ടാക്കുകയുമില്ല. അവിടെയുള്ള ഉദ്ദേശം കണ്ടു കഴിഞ്ഞാലായിരിക്കും ഒരുപക്ഷെ ബുദ്ധിമുട്ടാവുക എന്നുള്ളതാണ്. കാരണം സ്വന്തം ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഫലസ്തീനികളിലെ അവിടെയുള്ള വീടുകളും കെട്ടിടങ്ങളും തകർന്നുപോയ രീതിയിലാണ് പിന്നീട് അവർ പോകുമ്പോൾ കാണുന്നത്. ആ ഇഷ്ടപ്പെട്ടു പോകുന്ന ഫലസ്തീൻ, ആ ഫലസ്തീൻ്റെ ദുരിതം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സങ്കടമാണ് വരിക. ഒരുപക്ഷെ അവിടെ പോയി കണ്ടിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അത് ബുദ്ധിമുട്ടാവുകയില്ല എന്നാണ് പറയുന്നത്. ഫഇൻ സറഹ ഖബ്ലൽ ഫിറാഖി ലിഖാഉഹു ഫലൈസ ബിമഅ്മൂനിൻ അലൈഹാ സുറൂറുഹ മതാ തുബ്സിരിൽ ഖുദ്സൽ അതീഖത മറതൻ ഫസൗഫ തറാഹൽ ഐനു ഹൈസു തുദീറുഹ. ഫഇൻ സറഹ ഖബ്ലൽ ഫിറാഖി ലിഖാഉഹു, കണ്ടുമുട്ടി വേർപിരിയുന്നതിന് മുമ്പ് സന്തോഷിച്ചാൽ, ഫലൈസ ബിമഅ്മൂനിൻ, അത് ഉറപ്പില്ല, അലൈഹാ സുറൂറുഹ, അവിടെ സന്തോഷമുണ്ടാകണം എന്ന കാര്യത്തിൽ ഉറപ്പില്ല. മതാ തുബ്സിരിൽ ഖുദ്സൽ അതീഖത മറതൻ, വല്ലപ്പോഴും ഒരു തവണയെങ്കിലും പൗരാണികമായ ഖുദ്സിനെ നീ കണ്ടു കഴിഞ്ഞാൽ, ഫസൗഫ തറാഹൽ ഐനു, നിന്റെ കണ്ണിനു കാണാൻ കഴിയും, ഹൈസു തുദീറുഹ, എവിടെ തിരിഞ്ഞാലും ആ ഖുദ്സായിരിക്കും നിന്റെ കണ്ണിൽ കാണാൻ കഴിയുക. അത് പറയുവാനും കാരണമുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫലസ്തീനിലെയും അവിടെയുള്ള വീടുകളുടെയും കെട്ടിടങ്ങളുടെയും അവിടെയുള്ള ജനങ്ങളുടെയും ദുരിതപൂർണമായ ഒരവസ്ഥയായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ കണ്ണൊന്നു ചിമ്മി തുറന്നു നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റും പൊളിഞ്ഞു വീഴാറായ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളായിരിക്കും മുമ്പിൽ കാണേണ്ടി വരിക. ഇതുകൊണ്ടാണ് ഇത്രയും വൈകാരികമായി തൻ്റെ ഫലസ്തീൻ എന്ന് പറയുന്ന നാടിനായി തമീം അൽ ബർഗൂസി ഈ കവിത രചിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ കവിതയുടെ ഖുലാസയാണ്. കവിതയുടെ ഖുലാസ ചോദ്യങ്ങളിൽ ചോദിക്കാറുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത് മൽ ഖുലാസത്തു ഫിൽ ഖുദ്സ് എന്നായിരിക്കും ആ ചോദ്യം വരിക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആശയത്തിലേക്ക് കടക്കാം. എന്താണ് ഈ കവിതയിലൂടെ കവി പരാമർശിക്കുന്നത് എന്നാണ് നോക്കുന്നത്. കാത്തിബു ഹാദിഹിൽ ഖസീദത്തി അഷായർ തമീം അൽ ബർഗൂസി. തമീം അൽ ബർഗൂസി ആണ് ഈ കവിതയുടെ എഴുത്തുകാരൻ. യഷ്കൂ ഫീഹ അനിൽ ഖുദ്സി വ അഹ്വാലിഹ, അദ്ദേഹം പരാതി പറയുകയാണ്, സങ്കടം ബോധിപ്പിക്കുകയാണ്. അനിൽ ഖുദ്സി, ഖുദ്സിനെ തൊട്ടും, വ അഹ്വാലിഹ, ആ ഖുദ്സിന്റെ ചുറ്റുപാടിനെ കുറിച്ചും അദ്ദേഹം പരാതി പറയുകയാണ്. ലിഅന്ന മനഅഹു ഖാനൂനുൽ അഅദാഇ വസൂറുഹ അനിദ് ദുഖൂലി ഇലൽ ഖുദ്സി ലിസ്വലാത്തിൽ ജുമുഅത്തി. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശത്രുക്കളുടെ നിയമങ്ങളും ശത്രുക്കളുടെ മതിൽക്കെട്ടുകളും ഖുദ്സിലേക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി പ്രവേശിക്കുന്നതിന് തൊട്ട് തടഞ്ഞു വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം
ഖുദുസിനെക്കുറിച്ചും അതിൻ്റെ ചുറ്റുപാടിനെക്കുറിച്ചും പരാതി പറയുന്നത്. ഫയറൂഹു നഫ്സഹു ബിഅൻ റുബ്ബമൽ മൻഉ നിഅമത്തുൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് അദ്ദേഹം സമാധാനിപ്പിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അദ്ദേഹം സമാധാനിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇതൊരു അനുഗ്രഹമായേക്കാം, ഈ തടഞ്ഞു വെച്ചതൊരു അനുഗ്രഹമായേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ലിഅന്നഹു ഇൻ മനഹലഹു ഫുർസത്തുൽ ലിദ്ദുഖൂൽ. അതിൻ്റെ കാരണം ഇൻ കേസ് ഒരുപക്ഷെ ആ ഖുദുസിലേക്ക് പ്രവേശിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഫുർസത്ത് എന്ന് പറഞ്ഞാൽ അവസരം എന്നാണ് അർത്ഥം, ഒരവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫയറ മാ യഹ്സുനുഹു വയബ്കീഹി മിൻ അഹ്വാലിൽ ഖുദുസ്. അപ്പോൾ അവന് കാണാൻ കഴിയുക എന്താണ് ഏറ്റവും സങ്കടകരമായ അല്ലെങ്കിൽ കരച്ചിൽ വരുന്ന തരത്തിലുള്ള ഈ ഖുദുസിൻ്റെ അവസ്ഥകളായിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. വയറൂഹു ഐലൻ, വീണ്ടും അദ്ദേഹം ആശ്വസിപ്പിക്കുന്നത് അന്ന കുല്ല നഫ്സിൻ ലാ യുസറു ബിലിഖാഇ ഹബീബിഹി, എല്ലാ ശരീരങ്ങളും അവൻ്റെ പ്രിയതമനെ കണ്ടതുകൊണ്ട് സന്തോഷിക്കണമെന്നില്ല. കമാ ലാ യുളറു ഗൈബതുഹു, അതുപോലെ തന്നെ കണ്ടിട്ടില്ലെങ്കിലും സന്തോഷിക്കണമെന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാക്കുന്നില്ല എന്നാണ് അവിടെയുള്ള ഉദ്ദേശം. കമാ ലാ യുളറു ഗൈബതുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാന്നിധ്യം ബുദ്ധിമുട്ടാക്കുകയില്ല എന്നാണ് പറയുന്നത്. ഫഇൻ സറഹൽ ലിഖാഉ, നീ കണ്ടുമുട്ടുന്നത് സന്തോഷിപ്പിച്ചാൽ, ഖബ്ലൽ ഫിറാഖി, കണ്ടുമുട്ടിയതിന് വിരാമത്തിന് ശേഷം സന്തോഷിച്ചാൽ, ഫലാ തകൂനു മഅ്മൂനൻ ബിഹി, അതൊരിക്കലും ഉറപ്പായ ഒരു വിഷയമല്ല. അഖീറൻ, അവസാനമായി യദ്ഹറു ഷാഇറു, ഈ കവി പ്രകടമാക്കുന്നു ഹബ്ബുഹു ലിൽ ഖുദുസ്, ഖുദുസിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തെ അദ്ദേഹം പ്രകടമാക്കുന്നു. ബി അന്ന ഐനൻ, കണ്ണ്, ഇൻ റഅത്തുൽ ഖുദുസ്, ആ ഖുദുസിനെ കണ്ടാൽ ഫലാ തംഹു മിനൽ ഐനി സൂറത്തുഹു അബദ, ആ കണ്ണിൽ നിന്നും ആ ഒരു ചിത്രം ഒരിക്കലും മായുകയില്ല എന്നതാണ്. ചുരുക്കത്തിൽ ഈ പറഞ്ഞത് ഖുലാസത്തും ഫിൽ ഖുദുസ്, ഖുദുസിൻ്റെ ഒരു ആശയമാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ശുക്രൻ ജസീല. അസ്സലാമു അലൈക്കും.